أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ ഫളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇംറാൻ. അതിൽ 146 മുതൽ 148 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. ഉഹദിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തുകളെല്ലാം അവതരിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദീനിനെ പലരുടെ കൈകളിലൂടെയാണ് നിലനിർത്തി നമ്മുടെ കൈകളിലേക്കും അല്ലാഹു ഏൽപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ ഈ ദീനിനെ വരുന്ന തലമുറകളിലേക്കും ഇതേപോലെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്ന വലിയ ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന് ആത്മവീര്യം പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ കാൽപാദങ്ങളെ രണാങ്കണത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് ആവേശം കൊള്ളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീറുൻ. എത്രയെത്ര നബിമാരാണ് രണാങ്കണത്തിൽ പോരാടിയിട്ടുള്ളത്. മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ സധൈര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരായ തഖ്വാധാരികളായ ആളുകളും ഒപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരാരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒന്നിനെ സംബന്ധിച്ചും അവർ ഭയപ്പെട്ടിരുന്നില്ല. മാത്രമല്ല അവർ ദുർബലരാവുകയോ അവർ കീഴടങ്ങുകയോ ചെയ്തിട്ടില്ല. സധൈര്യം അവർ ശത്രുക്കൾക്കെതിരിൽ അവർ പോരാടുകയുണ്ടായി. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയോടെ കരുത്തോടെ രണാങ്കണത്തിൽ നിലയുറപ്പിച്ച ആളുകളെ വളരെയേറെ ഇഷ്ടപ്പെടുകയും വളരെയേറെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നോക്കണേ, നമ്മൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം
സ്വഹാബത്ത് ഉഹദിലെത്തിയതാണ്. ആദ്യം വിജയം ലഭിച്ചു, രണ്ടാമത് കടുത്ത പരാജയമുണ്ടായി. മനസ്സുകൾ പല ഭാഗങ്ങളിലേക്ക് ചിദ്രാൻ തുടങ്ങി സഹാബത്തിൻ്റെത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആത്മവീര്യം പകർന്നു കൊടുത്തുകൊണ്ട് പറയുന്നു, വകഅയ്യിൻ മിൻ നബിയ്യിൻ, എത്രയെത്ര നബിമാരാണ് ഖാതല മഅഹു റിബ്ബിയൂന കസീറുൻ, രണാങ്കണത്തിൽ പരിശുദ്ധമായ ദീനിനു വേണ്ടി അവരെ പോരാടുകയും അതേപോലെ തന്നെ അവരോടൊപ്പം തഖ്വദാരികളായ പണ്ഡിതന്മാരായ ആളുകൾ അവരോടൊപ്പം നിലയുറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോരാടുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, എന്നിട്ടോ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ അവരെ തളർത്തിക്കളഞ്ഞില്ല. എന്തുമാത്രം ദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതൊന്നും അവരെ തളർത്തിയില്ല. മാത്രമല്ല, അവരെ ദുർബലരാക്കിയില്ല. അവരെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചില്ല. ശത്രുക്കൾക്ക് കീഴടങ്ങാൻ അവരെ പ്രേരിപ്പിച്ചില്ല. അങ്ങനെ സധൈര്യം അവർ നിലകൊള്ളുകയുണ്ടായി. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളോട് വലിയ മഹബ്ബത്ത്, വലിയ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലൂ, ഈ സന്ദർഭങ്ങളിൽ അവരുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു. അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, റബ്ബന ഗഫിർ ലനാ ദുനൂബനാ. അവരുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ. ഇത് മാത്രമായിരുന്നു അവരുടെ പ്രാർത്ഥന. ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങാനും എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ അരുതായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. രണ്ടാമത്തെ അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? വഇസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചു പോയ അതിന് കവിഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. മൂന്നാമത് അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? വതബ്ബിത് അഖ്ദാമനാ, രണാങ്കണത്തിൽ ശത്രുക്കളുമായി നേരിട്ട് പോരാടുമ്പോ ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തേണമേ. പിന്നെയോ അടുത്ത പ്രാർത്ഥന എന്തായിരുന്നു? വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനേ. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന. അല്ലാഹു അടുത്ത് പറയുകയാണ്, വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലൂ, രണാങ്കണത്തിൽ പോരാടുമ്പോ അവരുടെ പ്രാർത്ഥന, അവരുടെ ഒരേ ഒരു പ്രാർത്ഥന, ഒന്നാമത് പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് വേണ്ടി, രണ്ടാമത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതിരുകവിച്ചിലുകൾ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അതും പുറത്തു കിട്ടുന്നതിന് വേണ്ടി, മൂന്നാമത്തത് പതറിപ്പോകാതെ പിന്തിരിഞ്ഞു പോകാതെ കാൽപാദങ്ങളെ രണാങ്കണത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി, മൂന്നാമത് തങ്ങൾ പോരാടുന്ന ശത്രുക്കൾക്കെതിരിൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി. ഇത് നാലും ചോദിച്ചുകൊണ്ടാണ് അവർ നിലനിന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയുണ്ടായി, ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയാ, അതുകൊണ്ട് തന്നെ അല്ലാഹു അവർക്ക് ഐഹികമായ പ്രതിഫലം അവർക്ക് നൽകി. അവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം പ്രദാനം ചെയ്തു. അവരുടെ തലമുറകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു കൊടുത്തു. അവർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും വരുത്താതെ അല്ലാഹു അവരെ സംരക്ഷിച്ചു. മാത്രമല്ല വഹുസ്ന തവാബിൽ ആഖിറ, എന്നാൽ കൂടുതൽ മെച്ചമായ പ്രതിഫലം
അള്ളാഹു പാരത്രിക ലോകത്ത് അവർക്ക് നൽകുകയും ചെയ്തു. റബ്ബ് പറയുകയാണ്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹ് ഇങ്ങനെയാണ് സൽസ്വഭാവികളെ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു ഇങ്ങനെയാണ് നല്ല സ്വഭാവമുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്. ഇങ്ങനെയാണ് ദുനിയാവിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നു, അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുന്നു, അവരുടെ ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കുന്നു, അവരുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുന്നു. ആഖിറത്തിലോ അതിനേക്കാളും മെച്ചപ്പെട്ട പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. എപ്പോൾ? ദീനിന്റെ സഹായികളായി മാറുന്നു. ദീനിന്റെ സഹായികളായി മാറുന്നു. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ദീനിന്റെ സഹായികളാകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകപ്പെടേണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹദീസിൽ കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളെ വിട പറഞ്ഞു. 7 പേര് ചേർന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത പ്രതിനിധിയായി തെരഞ്ഞെടുത്തു, ഖലീഫയായി തെരഞ്ഞെടുത്തു. ഖലീഫയായി തെരഞ്ഞെടുത്തതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ നോക്കിക്കൊണ്ട്, ലോകത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അയൻഖുസുദ്ദീൻ വ അന ഹയ്യുൻ. പരിശുദ്ധമായ ദീനിന് എന്തെങ്കിലും ന്യൂനതകളോ പോറലുകളോ ഏൽക്കാൻ കഴിയുമോ? വ അന ഹയ്യുൻ, ഞാൻ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതിന് ഞാൻ അനുവദിക്കുകയില്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് എന്തെങ്കിലും ഒരു പോറലേൽക്കാൻ, എന്തെങ്കിലും ഒരു ന്യൂനത സംഭവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു കാരണവശാലും ഞാൻ അനുവദിക്കുകയില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ എന്റെ കയ്യിലേക്ക് ഈ ദീനിനെ തന്നത്, അതേപോലെ ഈ ദീനിനെ വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ അതിനുവേണ്ടി നിലകൊള്ളും എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അതുകൊണ്ടിട്ടാണല്ലോ മുർത്തദ്വാദികൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്വാദികളോട് കർക്കശമായ നിലപാട് സ്വീകരിച്ചു. ഞാനാണ് പുതിയ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് മുസൈലമത്തുൽ കദ്ദാബ് കടന്നു വന്നപ്പോ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ റസൂലിന്റെ കാലത്തെ സക്കാത്തുള്ളൂ, ഇനി സക്കാത്തൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്ത് നിഷേധികളായ ആളുകൾ കടന്നു വന്നപ്പോ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ ഈമാനും ചമ്പൂറ്റവും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ദീൻ വെച്ച് കളിക്കുകയാണ്, തരാതരം പോലെ ദീൻ വെച്ച് കളിക്കുകയാണ്. ദീനിന്റെ അഹലുകാരെന്ന് പറയുന്നവർ പോലും ദീനെടുത്ത് വെച്ച് കളിക്കുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചവന്റെ ദീനിനെ വെച്ച് കളിച്ചാൽ പടച്ചവൻ ചിലപ്പോ ഈ ചൂണ്ടയിടുന്നത് പോലെ വിട്ടുതരും, കുറെ നാളിങ്ങനെ വിട്ടുതരും, ഒരൊറ്റ പിടുത്തം പിടിക്കും, ഒറ്റ പിടുത്തം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്കെല്ലാം ബോധം തരുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു ദിബ്ബിയൂന കസീറുൻ ഫമാ വഹനൂ ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹി വമാ ളഅഫൂ വമസ്തകാനൂ വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. وما كان قولهم إلا أن قالوا ربنا اغفر لنا
وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.